ഈ വർഷം തിയേറ്ററുകളിൽ വമ്പൻ വിജയം കൊയ്ത സിനിമകളാണ് ദൃശ്യം 3-ഉം വാഴ 2-ഉം. 2 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ 200 കോടി പിന്നിട്ടിരുന്നു. കേരളത്തിലും ഇരു സിനിമയ്ക്കും വലിയ സ്വീകാര്യത ലഭിച്ചു. ദൃശ്യം 3യേക്കാൾ കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടിയത് വാഴ 2 ആയിരുന്നു. ഇപ്പോഴില്ല ഇതിനുള്ള കാരണം തുറന്നു പറയുകയാണ് ഷേനായി തിയേറ്റർ ഉടമയായ സുരേഷ് സേനായി. വാഴ 2-നും ദൃശ്യം 3യും 2 ജോണറുള്ള സിനിമകളാണ്. ഒന്ന് ഫാമിലി ത്രില്ലറും മറ്റേത് ഫൺ പടവുമാണ്. വാഴ 2-ന് കയറിയത് മുഴുവൻ ജെൻസി പ്രേക്ഷകരാണ്. ദൃശ്യം 3ക്ക് കൂടുതൽ എത്തിയത് ഫാമിലി പ്രേക്ഷകരാണ്. ഈ ഇൻഫ്ലുവൻസ് ഉള്ളായതുകൊണ്ടാകാം വാഴ 2-ന് റിപ്പീറ്റ് പ്രേക്ഷകർ ഒരുപാട് വന്നു. സുരേഷ് ഷെനായിയുടെ വാക്കുകൾ ഇങ്ങനെ: 2026-ൽ ഏറ്റവും വലിയ ഹിറ്റായ ദൃശ്യം 3 മാറിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വിശ്വസനീയമായ സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ആകെ നേടിയത് 237.70 കോടിയാണ്. ഇതോടെ ഈ വർഷത്തെ ഹൈസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമയായി മാറിയിരിക്കുകയായിരുന്നു ദൃശ്യം 3. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് 90.21 കോടിയായിരുന്നു. കേരളത്തിൽ ഒരു മലയാള ചിത്രം നേടുന്ന എക്കാലത്തെയും വലിയ നാലാമത്തെ കളക്ഷൻ. എന്നാൽ ഇക്കാരണത്താൽ 128 കോടിയോളം നേടിയ വാഴ 2 തന്നെയാണ് റാങ്കിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 37 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സായ ഹാഷറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും പ്രധാന കഥാപാത്രങ്ങളാക്കി സവിനസ് സംവിധാനം ചെയ്ത വാഴ 2 ബോക്സ് ഓഫീസിൽ വൻ നേട്ടമാണ് നേടിയത്. ബിപിൻ ദാസ് രചനയും നിർമ്മാണവും നിർവഹിച്ച ചിത്രം 200 കോടി മുകളിലാണ് ആഗോളതലത്തിൽ വാരിക്കൂട്ടിയത്. മോഹൻലാലിന്റെ തുടക്കം കേരളത്തിൽ നിന്ന് നേടിയ ലൈഫ് ടൈം കളക്ഷനായ 118.90 കോടി രൂപ അടക്കം വാഴ 2 മറികടന്നിരുന്നു.